സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓയിലേറിയൻ ഗ്രാഫ്സ് എന്താണ്, ഓയിലേറിയൻ സർക്യൂട്ട്, ഓയിലേറിയൻ പാത്ത് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ്, അതാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. എന്താണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേട്ട് നമുക്കറിയണം വാട്ട് ഈസ് ഹാമിൽട്ടോണിയൻ പാത്സ് ആൻഡ് സർക്യൂട്ട്സ്. ഡെഫിനേഷൻ ഒന്ന് നോക്കി നോക്കാം അല്ലേ. Hamiltonian circuit is a connected graph that is defined as a closed walk that traverses every vertex of G exactly once except the starting vertex at which the walk also terminates. There is no need to walk over every edge. Okay, എന്താ പറയുന്നത്, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ കണക്റ്റഡ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് വാക്ക്. അപ്പോൾ ക്ലോസ്ഡ് വാക്കും എന്താണെന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് ട്രാവേഴ്സ് എവറി വേർട്ടിസസ് ഓഫ് ജി എക്സാക്ട്ലി വൺസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എവറി വേർട്ടിസസ് ഓഫ് ജി എക്സാക്ട്ലി വൺസ്. ഇതാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്ലോസ്ഡ് വാക്ക്. ഓക്കെ, അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ട്രാവേഴ്സ് എവറി വേർട്ടിസസ് ഓഫ് ജി എക്സാക്ട്ലി വൺസ് എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് അറ്റ് വിച്ച് ദ വാക്ക് ഓൾസോ ടെർമിനേറ്റ്സ്. ദർ ഇസ് നോ നീഡ് ടു വാക്ക് ഓവർ എവറി എഡ്ജ്. അതായത് ഇതിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ എഡ്ജും പാസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. പക്ഷേ അതിലുള്ള എല്ലാ വേർട്ടിസസും ജിയിലുള്ള എല്ലാ വേർട്ടിസസിലൂടെയും ട്രാവേഴ്സ് ചെയ്യണം. പക്ഷേ എല്ലാ എഡ്ജസും ട്രാവേഴ്സ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. എല്ലാ വേർട്ടിസസും എക്സാക്ട്ലി വൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാവേഴ്സ് ചെയ്യേണ്ടത്. പക്ഷേ എന്താണ്, സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് അല്ല. സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിൽ നമുക്ക് തിരിച്ച് എൻഡ് ചെയ്യുന്നതും ആ ഒരു വേർട്ടെക്സിലായതുകൊണ്ടാണ് നമ്മൾ എക്സെപ്റ്റ് ദ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. എക്സാമ്പിളിൽ എന്താ പറയുന്നത്, ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്ത്, ഗ്രാഫ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ജി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫ്. ഇതിനകത്ത് ഇതിൻ്റെ എത്രയാണ് നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് 8 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. ഇതിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്, എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ അവസാനിക്കണം. ഗ്രാഫിലുള്ള എല്ലാ വേർട്ടിസസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുകയും വേണം. ഓക്കെ, വേർട്ടിസസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ആർബിട്രറി ആയിട്ടൊരു എ എന്ന് പറയുന്ന വേർട്ടെക്സ് എടുത്തു. നമുക്ക് നോക്കി നോക്കാം തിരിച്ച് എയിൽ തന്നെ എത്തുന്നുണ്ടോ, എല്ലാ വേർട്ടിസസും കവർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള പാത്തിൽ കൂടെ തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ജി ആണ്. എ ടു ബി ടു സി ടു ഡി, ഡി ടു ജി നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഡി ടു എ ടു ബി ടു സി ടു ഡി, ഈ പാത്ത് തെറ്റാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതുക. ഡി ടു എച്ച്, എച്ച് ടു ജി. ഓക്കെ, ജി എച്ച് എന്നുള്ളത് മാറ്റി കൊടുക്കുക. ദെൻ എഫ് ഇ, ദെൻ അഗെയിൻ എ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിലുള്ള ഈ ഒരു പാത്ത് ഇവിടെ ജി എച്ച് എന്നുള്ളത് മാറിക്കൊണ്ട് ഞാൻ എഴുതുമ്പോൾ തെറ്റിപ്പോയതാണ്. ഡി കഴിഞ്ഞ് എച്ച്, എച്ച് കഴിഞ്ഞിട്ടാണ് ജി വരുന്നത്. അപ്പോൾ നിങ്ങളത് മാറ്റി എഴുതണം. ദെൻ എഫ് ഇ അഗെയിൻ എ. ഇനി അതെല്ലാം നമുക്ക് വേറെ ഒരു പാത്ത് നമുക്ക് നോക്കാം. ഞാൻ ഒരു ഡി എന്ന് പറയുന്നൊരു പാത്ത് ആർബിട്രറി വേർട്ടെക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഡി ടു എച്ച്, എച്ച് ടു ജി, ജി ടു സി, സി ടു ബി, ബി ടു എഫ്, എഫ് ടു ഇ, ഇ ടു എ, ദെൻ ടു ഡി. അപ്പോൾ എന്താണ്, അവിടെ നമുക്ക് ഒരുപാട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് അവൈലബിൾ ആണ്. ഏത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വേർട്ടെക്സും എൻഡ് വേർട്ടെക്സും സെയിം ആയിരിക്കും. ഗ്രാഫിലുള്ള എല്ലാ വേർട്ടിസസും കവർ ചെയ്യണം. ഓക്കെ, വേർട്ടിസസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ് നമ്മളിവിടെ വരച്ചത്.
നെക്സ്റ്റ് നമുക്ക് ഹാമിൽട്ടോണിയൻ പാത്ത് എന്താണെന്ന് നോക്കാം. ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ പാത്ത് ഈസ് എ സിമ്പിൾ പാത്ത് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ വേർട്ടിസസ് ഓഫ് ജി വേർ ദ എൻഡ് പോയിൻറ്റ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്, അതുകൊണ്ടാണ് എൻഡ് പോയിൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ എയിൽ തുടങ്ങി നമ്മൾ എയിൽ അവസാനിച്ചു എങ്കിൽ ഹാമിൽട്ടോണിയൻ പാത്തിൽ അങ്ങനെ ചെയ്യരുത്, എൻഡ് പോയിൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. സോ അതാണ് ഹാമിൽട്ടോണിയൻ പാത്ത്. ഇനി ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ സൈക്കിളിൻ്റെയും സർക്യൂട്ടിൻ്റെയും ഡെഫിനിഷൻ ഒന്ന് തന്നെയാണ്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ്, a closed walk that visits every vertex of G exactly once except the starting and end vertices is called a Hamiltonian cycle. ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൻ്റെ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഹാമിൽട്ടോണിയൻ സൈക്കിളിനും. അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിളും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും സെയിം ആണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എ ഗ്രാഫ് ജി ഈസ് സെഡ് ടു ബി ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. അപ്പോൾ ഒരു ഗ്രാഫ് ഇത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ? ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ് എന്ന് നമ്മൾ നോക്കണമെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. അത് ഹാമിൽട്ടോണിയൻ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹാമിൽട്ടോണിയൻ സൈക്കിൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് അതിനകത്ത് ഉണ്ടോ, ഹാമിൽട്ടോണിയൻ സൈക്കിൾ അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി ഗ്രാഫ് ഈസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ എടുക്കുക. ഫസ്റ്റത്തെ എക്സാമ്പിളിനകത്ത് എ ബി സി ഡി ഇ എത്ര വേർട്ടിസസ് ഉണ്ട്? ഇതിനകത്ത് 5 വേർട്ടക്സ് ഉണ്ട് അല്ലേ? എ ബി സി ഡി ഇ. ഇതിനകത്തൊരു വാക്ക് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ഇ, ഇ ടു അങ്ങനെയല്ല, ഞാൻ പറയാം. എ ടു ബി, ബി ടു സി, സി ടു ഇ, അങ്ങനെയാണ്. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ഇ, ദെൻ ഇ ടു അതുവരെയാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഹാമിൽട്ടോണിയൻ പാത്താണ്. ഓക്കെ, അതായത് ഇതിനകത്ത് എല്ലാ വേർട്ടക്സും എത്ര വേർട്ടക്സ് ഉണ്ട്? എ ബി സി ഡി ഇ അല്ലേ? 5 വേർട്ടക്സും കവർ ചെയ്തു. സ്റ്റാർട്ട് വേർട്ടക്സും എൻഡ് വേർട്ടക്സും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ഹാമിൽട്ടോണിയൻ പാത്ത്. പക്ഷേ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇവിടെ പോസിബിൾ ആവുമോ? കാരണം അതാ ഞാനിപ്പോൾ വീണ്ടും നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് വേർട്ടക്സിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ ഈ സിയിൽ കൂടെ കടന്നു പോകണം. സി നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ എക്സാക്ട്ലി വൺ ടൈമിലാണ് നമ്മൾ ഓരോ വേർട്ടക്സും വിസിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷേ ഞാൻ തിരിച്ച് എയിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് സിയിലൂടെ ഒരു പ്രാവശ്യം കൂടെ പോകണം. സോ അവിടെ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ സൈക്കിൾ പോസിബിൾ അല്ല. ഹാമിൽട്ടോണിയൻ സൈക്കിൾ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. പക്ഷേ അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്. ആ പാത്തിൻ്റെ സീക്വൻസ് ആണ് നമ്മളിവിടെ കൊടുത്തത്. അതായത് എല്ലാ വേർട്ടക്സും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് വേർട്ടക്സും എൻഡ് വേർട്ടക്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ ദർ ഇസ് എ ഹാമിൽട്ടോണിയൻ പാത്ത് ബട്ട് ദർ ഇസ് നോട്ട് Hamiltonian circuit. The graph contains no Hamiltonian circuit. Okay. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ, ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരു വാക്ക് സീക്വൻസ് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു വാക്ക് സീക്വൻസ് എന്ന് പറയുന്നത് 1 to 2, 2 to 6, 6 to 3, 3 to 4, 4 to 5, 5 to 7. ഓക്കെ, ഇവിടെ എന്താണ്? എല്ലാ വേർട്ടക്സും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ഹാമിൽട്ടോണിയൻ പാത്ത് അല്ലേ? ഹാമിൽട്ടോണിയൻ പാത്താണ്. എല്ലാ വേർട്ടക്സും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ട് വേർട്ടക്സും എൻഡ് വേർട്ടക്സും സെയിം അല്ല. അപ്പോൾ ഇവിടെ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഈ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്തേ. മൂന്നാമത്തെ ഗ്രാഫിനകത്ത് നമുക്ക് നോക്കി നോക്കാം ഇതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണോ എന്നുള്ളത്. ഒരു വാക്ക് സീക്വൻസ് എടുക്കുകയാണ് ഞാൻ. ആർബിട്രറി വെർട്ടെക്സ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ 1 to 2, ദെൻ 2 to 4, 1 to 2, 2 to 4, 4 to 3. ഇവിടെ ഒരു കണക്ഷനും കൂടെ വരുന്നുണ്ട്. 2 to 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ദെൻ
4 to 3, then 3 to 5, 5 to 6, then 6 to 7, 7 to 1 അല്ലേ? ഇവിടെ അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരക്കുമ്പോൾ ഈ 2 to 4 ഇവിടെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്, മാറിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരക്കുമ്പോൾ 2 to 4 ഒരു ലൈനും കൂടെ, ഒരു എഡ്ജ് അവിടെ ഉണ്ട്. 2നെയും 4നെയും രണ്ട് വേർട്ടെക്സിനെയും കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു എഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എന്തായി നമ്മുടെ വർക്ക് സീക്വൻസ്? അതിനകത്ത് 1 നിന്ന് തുടങ്ങി 1ൽ തന്നെ എൻഡ് ചെയ്തു. അപ്പോൾ ഒരു അത് എൻഡ് ചെയ്യാതെ ഈ 7 വരെ നമുക്ക് ഇവിടെ വരെ എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് 1 to 2, 2 to 4, 4 to 3, 3 to 5, 5 to 6, 6 to 7 ഇങ്ങനെയാണെങ്കിൽ, ഇതുവരെ ആണെങ്കിൽ ഇറ്റ് ഇസ് ഹാമിൽട്ടോണിയൻ പാത്ത് അല്ലേ? അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടായിരിക്കും. നമ്മൾ ഓയിലേറിയൻ സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ ഓയിലേറിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഓയിലേറിയൻ പാത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെയാണ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സർക്യൂട്ടും കൂടെ ഉണ്ട്, ഇതൊരു ക്ലോസ്ഡ് വാക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 to 4 ഇവിടെ ഒരു കണക്ഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ വരയ്ക്കണം. ഓക്കെ, അത് വിട്ടുപോകരുത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. അടുത്ത എക്സാമ്പിളിൽ ഏതൊക്കെയാണ്? ABCDEFGHI എത്ര എണ്ണം ഉണ്ട് വേർട്ടിസസ്? 9 വേർട്ടിസസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു വർക്ക് നോക്കാം. ABC, ദെൻ FED, അത് കഴിഞ്ഞിട്ട് GHI അല്ലേ? ദെൻ എന്താണ് GHI, അതുവരെ ഉള്ളൂ. പിന്നീട് നമുക്ക് ഒരു രീതിയിലും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ വിസിറ്റ് ചെയ്ത അതേ വേർട്ടെക്സിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട് അല്ലേ? കാരണം എന്താ, എല്ലാ വേർട്ടെക്സും കവർ ആയിട്ടുണ്ട്. സോ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്, പക്ഷേ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ല. ഓക്കെ, ഇനി ഇതാ എഗെയിൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതാണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ വാക്ക് സീക്വൻസ് എന്തൊക്കെയാണ്? B to E, എവിടെ B to E, then E to C, C to A to D, D to F, F to H, H to G, G to J, J to E, then E to I അല്ലേ? ഇവിടെ E എന്ന് പറയുന്നത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ? സോ ദർ ഇസ് നോ ഹാമിൽട്ടോണിയൻ പാത്ത് ആൻഡ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. E എന്ന് പറയുന്ന ഒരു വേർട്ടെക്സ് 2 times റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാ വേർട്ടെക്സും കവർ ആയിട്ടുള്ളൂ. സോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് നമുക്കിതൊരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഹാമിൽട്ടോണിയൻ പാത്തില്ല, അത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഇനി ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗ്രാഫിൻ്റെ ഓയിലേറിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വരയ്ക്കാനാണ്, നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇതിലെ ഓയിലർ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് കിട്ടും. എന്താണ് ഓയിലർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇപ്പോൾ ഓയിലർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എഡ്ജസ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്, എല്ലാ എഡ്ജസും കവർ ആവണം, എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണം. അതാണ് നമ്മുടെ ഓയിലർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പാത്ത് നോക്കി നോക്കാം. എങ്ങനെയായിരുന്നു? A to B, B to C, then C to again A. ഇവിടെ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഒരു കുഴപ്പമില്ല, എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. again A to C, then C to D, D to E, E to F, F to D, D to A എന്നാണ് വരിക കേട്ടോ. F to A അല്ല, F to D, D to A. അപ്പം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് എവിടെയായിരുന്നു? F to D, D to A. ഓക്കെ,
അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? എ എന്നാണ് നമ്മൾ തുടങ്ങിയത്. ദെൻ നമ്മൾ എൻഡ് ചെയ്തതും എ തന്നെയാണ്. എല്ലാ എഡ്ജസും കവറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. സോ ഈ ഒരു ആർബിട്രറി വേർട്ടെക്സിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഡി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എഡ്ജസ് വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് അങ്ങനെ ഒരു സർക്യൂട്ട് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ? ദാറ്റ് മീൻസ് എല്ലാ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇല്ല, പക്ഷേ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ? എ ബി സി ഡി ഇ എഫ് ഉണ്ടല്ലേ? കാരണം എന്താ? എല്ലാ എല്ലാ വേർട്ടെക്സും കവർ ചെയ്യുന്ന ഒരു പാത്ത് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഒരു എക്സാമ്പിളിൽ നമ്മളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓയിലേറിയൻ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഓയിലേറിയൻ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഇതിനകത്ത് വരുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ? ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഓയിലേറിയൻ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. ഓയിലേറിയൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എ എന്ന് തുടങ്ങി, എ ടു ബി എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം അല്ലേ? എ ടു ബി, ബി ടു സി, സി ടു ഡി. പിന്നെ അത് പോകുന്നില്ല അല്ലേ? അപ്പോൾ ഇതെന്താണ്? കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്കൊരു ഓയിലർ സർക്യൂട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇനി ഞാൻ നമുക്ക് വേറെ ഏതെങ്കിലും ആർബിട്രറി വേർട്ടെക്സ് എടുത്തിട്ടൊന്ന് നോക്കി നോക്കാം. ഞാൻ സപ്പോസ് ഡി എന്ന് അല്ലെങ്കിൽ എച്ചിൽ നിന്ന് തുടങ്ങുകയാണ്. എച്ച് ടു ജി, ജി ടു എഫ്, എഫ് ടു ബി, ബി ടു എ ടു ഇ ടു എഫ് അല്ലേ? ഇതുവരെ എത്തിയുള്ളൂ. അഗെയിൻ രണ്ട് എഡ്ജ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഓയിലർ സർക്യൂട്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും എന്താണ്? ഈ രണ്ട് വേർട്ടെക്സ് സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് വേർട്ടെക്സ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ഡി എന്ന് തുടങ്ങുവാണെങ്കിൽ ഡി ടു സി, സി ടു ബി, ബി ടു എ ടു ഇ ടു എഫ്, എഫ് ടു ജി, ജി ടു എച്ച് അല്ലേ? അപ്പം ഇതിൽ ഈ ഒരു എഡ്ജ് കവർ ചെയ്യുന്നില്ല. ബി ടു എഫ് എന്ന് പറയുന്ന ഒരു എഡ്ജ് കവർ ചെയ്യുന്നില്ല, പക്ഷേ എല്ലാ വേർട്ടെക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ഒരു എന്താ പറയുക, ഓയിലർ സർക്യൂട്ടും ഹാമിൽട്ടോണിയൻ സർക്യൂട്ടും ഇല്ല, ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട്. പക്ഷേ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാമിൽട്ടോണിയൻ പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്രാഫിൻ്റെ കേസിൽ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് വായിച്ചിടാം. എ സെയിൽസ്മാൻ ഈസ് റിക്വയർഡ് ടു വിസിറ്റ് എ നമ്പർ ഓഫ് സിറ്റീസ് ഡ്യൂറിങ് എ ട്രിപ്പ്. ഓക്കെ, ഒരു ട്രിപ്പിൽ അയാൾക്ക് എന്താണ്? ഒരു നമ്പർ ഓഫ് സിറ്റീസ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു സെയിൽസ്മാൻ ഉണ്ട്. ഓക്കെ, സെയിൽസ്മാന് നമ്പർ ഓഫ് സിറ്റീസ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഗിവൺ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിറ്റീസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ വാട്ട് ഓർഡർ ഷുഡ് ഹി ട്രാവൽ സോ ആസ് ടു വിസിറ്റ് എവറി സിറ്റി പ്രിസൈസ്ലി വൺസ് ആൻഡ് റിട്ടേൺ ഹോം വിത്ത് ദ മൈലേജ് ട്രാവൽഡ്. അതായത് അദ്ദേഹം ഏത് ഓർഡറിലാണ് ട്രാവൽ ചെയ്യേണ്ടത്? കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എല്ലാ സിറ്റിയും ഒരൊറ്റ പ്രാവശ്യമാണ് വിസിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തണം വിത്ത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്
വി ക്യാൻ റെപ്രസെൻറ്റ് ദ സിറ്റീസ് ബൈ വേർട്ടിസസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനൊരു ഗ്രാഫ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിൽ എപ്പോഴും വേർട്ടിസസ് ഉണ്ടായിരിക്കും, എഡ്ജസ് ഉണ്ടായിരിക്കും. ഓക്കെ, വേർട്ടിസസ് മേ ബി വേർട്ടെക്സ് ഓർ വേർട്ടിസസ് അല്ലേ, 1 or more വേർട്ടിസസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇതിനകത്തുള്ള സിറ്റീസിനെ നമ്മൾ വേർട്ടിസസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, റോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ എഡ്ജസ് ആയിട്ട്. അപ്പോൾ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം നമ്മൾ അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിലെ ഗ്രാഫിലെ എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, റോഡുകൾ, അതായത് സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന റോഡ്സ്, വേർട്ടിസസ് എന്ന് പറയുന്നത് സിറ്റീസുമാണ്. In this graph, with every edge ei, there is associated a real number. The distance, such a graph is called a weighted graph. എന്താണ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 2 സിറ്റീസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സിറ്റീസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ, ഒരു റിയൽ നമ്പർ നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഗ്രാഫിനെ നമ്മൾ പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫ് എന്നാണ്. അപ്പോൾ ആ എഡ്ജിൽ നമ്മൾ കൊടുക്കുന്ന റിയൽ നമ്പർ എന്ന് പറയുന്ന ആ ഒരു വെയ്റ്റ് അതിൻ്റെ 2 സിറ്റീസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. This traveling salesman problem can be converted to a problem in a graph theory so as to find the shortest path. അപ്പോൾ ഈ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിനെ നമ്മൾ ഗ്രാഫ് തിയറിയിലൊരു പ്രോബ്ലം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, നമുക്ക് ഈ ഒരു ഗ്രാഫിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ, അതായത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക വിത്ത് മിനിമം വെയ്റ്റ്. ഓക്കെ, വിത്ത് മിനിമം വെയ്റ്റ്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും.